നേരത്തെ അങ്ങ് എണീക്കണം. Good afternoon. Good afternoon, teacher. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay. ഇത്രയും കുട്ടികളൊക്കെയാണോ ജോയിൻ ചെയ്യാറുള്ളൂ? 76 ചെയ്യാറുള്ളവരായി. കാര്യം പറയട്ടെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ മൈക്ക് വെക്കുക. ഓക്കെ, പ്രിയ ഓക്കെ മ്യൂട്ട് ചെയ്യാം. അത് ഫസ്റ്റ് അറിയാൻ പറയട്ടെ വെച്ചാ നമ്മളിപ്പോ ലൈവിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് കുട്ടികൾ റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ട്. അപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ആണ് ക്ലാസ്. ശരിക്കും ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ തന്നേക്കുന്നത് എന്താ വെച്ചാൽ ഫുള്ള് ഇവിടെ മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ വൺ വേ പോലെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും, ഇത്രയും നാള് ഞങ്ങൾ ഇത്രയും ബാച്ചുകൾ കഴിഞ്ഞു, ഇപ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയുള്ളതാണ് ഞാനിവിടെ. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇപ്പോ കുട്ടികൾ കൂടുന്നതിന്റെ അനുസരിച്ച് നമുക്ക് ക്ലാസ്സിന് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആദ്യം തന്നെ എന്താ പറയാ, നമ്മുടെ ഇത് മൈക്ക് മ്യൂട്ട് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക.
നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും റീഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഓരോരുത്തരെ പേര് വിളിച്ച് പറയാം. അപ്പൊ അവര് മാത്രം മ്യൂട്ട് മാറ്റിയിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് റീഡ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ ഞാൻ ഓക്കെ അല്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തമ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. ഓക്കെ. അപ്പൊ മാക്സിമം നമുക്ക് എന്താ പറയാ, ഫുൾ ഇങ്ങനെ ഓൺ മ്യൂട്ട് ചെയ്ത് എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. നമ്മൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ ക്ലിയർ ആവും. ഒരാൾക്കുടെ മൈക്ക് ആണെങ്കിലും മ്യൂട്ട് മാറി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിന്റെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് നോട്ട്സ് തരുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്കത് ക്ലിയർ ആവില്ല. പിന്നെ 1-2 പ്രാവശ്യം പറയേണ്ട വരും. അപ്പൊ നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ ആകെ നമുക്ക് 1 hour ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഞാനിപ്പോ നിങ്ങളുടെ ബാച്ചിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. എന്റെ പേര് രമ്യ. ഓക്കെ. എനിക്ക് ഓരോരുത്തരെയും പരിചയപ്പെടുന്നുണ്ട്. പക്ഷെ ഇത്രയും കുട്ടികളുള്ളതുകൊണ്ട് എല്ലാവരുടെയും പേര് ചോദിച്ച് പരിചയപ്പെടുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് റീഡ് ചെയ്യുമ്പോഴോ ഓക്കെ എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ വഴിയെ പരിചയപ്പെടാം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ വേറെ ആരെയും പരിചയപ്പെടാൻ നിൽക്കുന്നില്ല. ഓക്കെ. അപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 20 ആണ്. നിങ്ങൾക്ക് പ്രിന്റ് നോട്ട് കിട്ടിയോന്ന് എനിക്ക് അറിയില്ല. എല്ലാ നോട്ട്സും നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളിൽ എല്ലാ ചാപ്റ്ററും ഉണ്ടാവും. അതിന്റെ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ബ്ലഡ് ബാങ്ക്. അപ്പൊ ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ അവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ബ്ലഡ് ബാങ്ക് നമ്മളിപ്പോ കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഏതെങ്കിലും സിറ്റുവേഷനിലൊക്കെ ബ്ലഡ് ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ, പോയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ ബ്ലഡ് ബാങ്ക് കേട്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ എന്താ ശരിക്കും ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക്. അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന പല ഗ്രൂപ്പ് ഓഫ് ബ്ലഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഈ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോ എന്താ പറയാ, ഡോണർ, നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ. അപ്പൊ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്ക് അവിടെ പോയി ബ്ലഡ് കൊടുക്കാം. അപ്പൊ നമുക്ക് ഒരാൾക്ക് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അവര് നേരെ ബ്ലഡ് എടുക്കുകയല്ല ചെയ്യുന്നത്. അതിന് മുന്നേ കുറച്ച് പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ നമുക്ക് നടത്തും. മാം, എന്റെ പേര് രമ്യ, REMYA, രമ്യ. ഓക്കെ. അപ്പൊ നമ്മളപ്പോ കുറച്ച് പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ നടത്തും അവര്. അതിനുശേഷമാണ് ബ്ലഡ് എടുക്കത്തുള്ളൂ. അതായത് നമുക്കിപ്പോ അല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ, ആദ്യം നമ്മൾ അവർക്കുടെ ബോഡി, അവർക്കുടെ ബ്ലഡ് എടുക്കാൻ, ഒരാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടോ, അവര് ഫിസിക്കലി മെന്റലി അവര് സ്ട്രോങ് ആണോ, പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ എന്തെങ്കിലും, ഈ HIV, എയ്ഡ്സ്, പിന്നെ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഉണ്ടോ, പിന്നെ അവർക്കിടെ പിന്നെ കുറച്ച് കാര്യങ്ങളോട് ഏജ് 18 to 65, 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് 45 kg എബോയിലായിരിക്കണം. 45 kg ബിലോയിലുള്ളവർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അതിന് പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ നടത്തിയതിനു ശേഷം മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു ഏജ് 80 to 65 ബിറ്റ്വീനിലായിരിക്കണം, വെയിറ്റ് 45 kg എബോയിലായിരിക്കണം, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ അവർക്കുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടായിരിക്കണം. അത് പിന്നെ ഫിസിക്കലി മെന്റലി അവർ സ്ട്രോങ് ആയിരിക്കണം. എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ അവർക്കുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ബ്ലഡ് അവരെന്ത് ചെയ്യുന്നു, ആന്റികോയാഗുലന്റ്, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗ് ആണ് ആന്റികോയാഗുലന്റ് എന്ന് പറയുന്നത്. ബ്ലഡ് കട്ടയാവാതിരിക്കാൻ, നമ്മൾ എടുക്കുന്ന ബ്ലഡ് കുറച്ച് കട്ടയായി പോലെ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സഹായിക്കുന്ന ആന്റികോയാഗുലന്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെപ്പാരിൻ ഒരു ആന്റികോയാഗുലന്റ് ആണ്.
ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗ്, അതാണ് ആന്റികൊയാഗുലന്റ്. ആന്റികൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അവരവിടെ ബ്ലഡ് ബാഗിലേക്ക് മാറ്റി ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ബ്ലഡ് നമുക്ക് പല സിറ്റുവേഷനിലും ബ്ലഡ് ആവശ്യമായിട്ട് വരാം. വല്ല ആക്സിഡൻസ് പറ്റുമ്പോഴോ അനീമിക് ആകുമ്പോഴോ ഒക്കെ നമുക്ക് ബ്ലഡിന്റെ ആവശ്യം വരാം. അപ്പൊ നമ്മൾ നേരെ നമുക്ക് ബ്ലഡ് ബാങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ബ്ലഡ് നമുക്ക് അവിടെ റിസീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി ബ്ലഡ് ഇവിടെ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആകെ നമുക്ക് ടോട്ടല് 5 ലിറ്റർ ബ്ലഡ് ഉള്ളത്. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. 5 ലിറ്റർ ബ്ലഡ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. അതിൽ നിന്ന് വെറും 300 ml ബ്ലഡ് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുള്ളൂ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ 300 ml ബ്ലഡ്, 300 ml 300 ml. അനില എന്താണ് ഡൗട്ട്? ഞാൻ പറഞ്ഞു വരട്ടെ. ഞാനിതൊരു ഇൻട്രൊഡക്ഷൻ വന്നേ ഉള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഡൗട്ട്സ് ഇതിനകത്ത് വരും. ഇൻട്രൊഡക്ഷനിലേക്ക് എത്തിയിട്ടില്ല. കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. അല്ല മാം അതല്ല ഡൗട്ട്, ഞങ്ങൾക്ക് ചാപ്റ്റർ 18 എന്ന് പറയുന്നത് ലബോറട്ടറി സർവീസ് എന്നാ. ഓക്കെ, 20 ആയിരിക്കും നിങ്ങളുടെ കിടക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്നുവെച്ചാൽ ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് നിങ്ങള് ചിലപ്പോ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ ചിലപ്പോ 20 കിടക്കുന്നത് നിങ്ങളുടെ ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്യുക. ഓരോ ചാപ്റ്റർ നമ്മൾ എടുക്കുന്ന ചാപ്റ്റേഴ്സിന് ഓരോ മിസ്സന്മാർക്കും അവരെടുക്കുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ ആ ഫ്രണ്ട് പേജിൽ തന്നെയാണെങ്കിലും ഒന്ന് നോട്ട് ചെയ്യാം. ഒരു ബുക്ക് ആണെങ്കിലും നമ്മൾ ഒരു ബുക്ക് എന്തായാലും നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ കരുതായിരിക്കും നല്ലത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ എഴുതുമ്പോൾ നമ്മുടെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലേ, അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കൊടുക്കുന്ന ബ്ലഡ് ബാങ്ക് എന്താ അവിടെ എഴുതി വെച്ചാൽ മതി. അതല്ല മാം, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് PDF ആയിട്ട് ഒരു ബുക്ക് ആക്കിക്കണ്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോ ഒരു 3 ബുക്കൊക്കെ ആക്കി വെച്ചിക്കണ്. അപ്പൊ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഏതാന്ന് കൃത്യം അറിയാണ്ടത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ചാപ്റ്ററിൽ ആ നെയിം നോക്കുക കേട്ടോ. പേര് നോക്കി നമ്മളെടുക്കുന്ന ഫസ്റ്റ് ബ്ലഡ് ബാങ്ക്. അപ്പൊ എന്ന് പറയുമ്പോൾ അപ്പൊ എത്രയാ നമ്മൾ പറഞ്ഞു 5 ലിറ്റർ ബ്ലഡ് ഉള്ള അതില് ഒരു പ്രാവശ്യം നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 300 ml ബ്ലഡ് മാത്രമേ എടുക്കുള്ളൂ. അത് നമ്മൾ ഒരു പ്രാവശ്യം ഡൊണേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് 90 ദിവസം ആകുമ്പോഴാണ് നെക്സ്റ്റ് ഡൊണേഷന് പറ്റുള്ളൂ. പിന്നെ കൊടുത്തു നാളെ തന്നെ പോയി പിന്നെയും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും ബ്ലഡ് നമുക്ക് ഒരു നോർമൽ വേണ്ടിയിട്ട് കുറച്ച് സമയമുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് മെയിൽസിലാണെങ്കിൽ ഒരു 90 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡൊണേഷൻ പറ്റും. ഫീമെയിൽസിന്റെ കേസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് 120 ഡേയ്സ് കഴിഞ്ഞിട്ട് 120 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത ഡൊണേഷൻ പറ്റുള്ളൂ. എന്നാൽ ചില കേസിൽ ഇപ്പൊ ഹെൽത്തി വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മെയിൽസിനെ പോലെ തന്നെ 90 ദിവസം കഴിഞ്ഞിട്ടും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അത് ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ഒരു ബാച്ചില് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു 90 ദിവസം കഴിഞ്ഞിട്ട് തന്നെ നെക്സ്റ്റ് ഡൊണേഷൻ ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മുടെ ഇതിനകത്തൊന്നും വന്നില്ല കേട്ടോ. ജനറൽ ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാൽ ബ്ലഡ്, ഇനിയിപ്പോ ബ്ലഡ് ഇവിടെ സ്റ്റോർ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ബ്ലഡ് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് ഫുള്ള് ഒറ്റ ഇതായിട്ടല്ല സ്റ്റോർ ചെയ്യുന്നത്. ബ്ലഡില് 4 കമ്പോണൻസ് ഉള്ളത്. RBC, ഇത് ഡീറ്റെയിൽ പഠിക്കാണ്ട്, അതുകൊണ്ട് ഇപ്പൊ നോട്ട് ചെയ്യണമെന്നില്ല. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, ഇങ്ങനെ 4 കമ്പോണൻസ് ബ്ലഡിലെ കോൺസ്റ്റുവൻസ്. ഓരോന്നും ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അതിന്റെ സയന്റിഫിക് ടൈം പഠിക്കാനുണ്ട്. അതിന്റെ ഫംഗ്ഷനും നിങ്ങൾക്ക് താഴെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പൊ ബ്ലഡിലുള്ള 4 കമ്പോണൻസ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, ഇങ്ങനെ ഓരോ കമ്പോണന്റും സെപ്പറേറ്റ് ചെയ്തു അതിനൊരു മെഷീൻ ഉണ്ട്, സെൻട്രിഫ്യൂജ് എന്ന് പറയും. സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ ഒരു മെഷീനിലിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവരത് സ്റ്റോർ ചെയ്ത് ബ്ലഡ് ബാഗിൽ സ്റ്റോർ ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ബ്ലഡ് നോക്കി കഴിയുമ്പോൾ എനിക്ക് RBCയുടെ കൗണ്ട് കുറവാണെങ്കിൽ എനിക്ക് RBC മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതി. മൊത്തം ബ്ലഡ് കയറ്റുണ്ടല്ലോ, അതിലെ ബ്ലഡിന്റെ ഒരു കമ്പോണന്റ് ആയിട്ടുള്ള RBC മാത്രം എനിക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. ചിലർക്ക് പ്ലേറ്റ്ലെറ്റ് ആയിരിക്കും വേണ്ടി വരിക. അപ്പൊ അവർക്ക് പ്ലേറ്റ്ലെറ്റ് മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബ്ലഡിലെ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്ത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിലിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാഗിൽ അവരവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.
ഇത് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് അറിയേണ്ടത് പറഞ്ഞു എന്നുള്ളൂ. ഇനി നിങ്ങളൊന്ന് ഇൻട്രൊഡക്ഷനിലേക്ക് വന്നേ. നമ്മുടെ ഇവിടെ നോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കി. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക്. ഇതിനകത്ത് ഒരു വലിയൊരു ഡെഫിനിഷൻ പോലെ കൊടുത്തേക്കുന്നത്. അത് ഞാൻ ഷോർട്ട് ചെയ്തിട്ട് ഒരു സെന്റൻസിൽ ഷോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ നോക്കി, ദ ടേം ബ്ലഡ് ബാങ്ക് generally refers to a department of hospital, usually within a clinical pathology. Pathology എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസീസ്, രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനം, അതിനാണ് പത്തോളജി എന്ന് പറയുന്നത്. PATHOLOGY, സ്റ്റഡി ഓഫ് ഡിസീസ്. അത് വേണമെങ്കിൽ അന്ന് നോട്ട് ചെയ്തോ, പത്തോളജി. അപ്പൊ നിങ്ങളത് ബുക്ക് എടുത്തിട്ട് ചാപ്റ്ററിന്റെ പേരൊന്ന് എഴുതി വെക്കാം കേട്ടോ. ചാപ്റ്റർ 20 എഴുതിക്കോ. ബ്ലഡ് ബാങ്ക് എന്ന് ഹെഡിങ് കൊടുക്കാം. ബ്ലഡ് ബാങ്ക്. അപ്പൊ ചില ടേംസുകൾ നിങ്ങൾക്ക് അറിയില്ലാത്തതുണ്ടെങ്കിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അത് നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിന്റഡ് നോട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതിനെ സംബന്ധിച്ചായിരിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും ഇത്രയും നാളത്തെ എക്സാം നടത്തിയതിലും ഒക്കെ ഈ നോട്ട് ബേസ് ചെയ്ത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് ഞാൻ പ്രത്യേക ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയും, പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും തരും. അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ് കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് ഒരു ചാപ്റ്റർ ക്ലിയർ ആയതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. ആ ചാപ്റ്റർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി അത് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച ക്വസ്റ്റ്യൻസും ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യാൻ പറയാം. ഓക്കെ, ഇവിടെ എഴുതാം പത്തോളജി. പത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ഡിസീസ്, ഡിസീസുകളെ കുറിച്ചുള്ള പഠനം, പത്തോളജി. പിന്നെ എന്താ പറഞ്ഞ? ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞത് ക്ലിനിക്കൽ പത്തോളജി ലാബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. Where the storage of blood products take place. അവിടെ എന്താ? ബ്ലഡ് പ്രോഡക്ട്സ്, ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആൻഡ് where pre-transfusion and blood compatibility. Compatibility എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക. അപ്പൊ അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ നടത്തി, അത് എപ്പോഴാ? ട്രാൻസ്ഫ്യൂഷന് മുന്നേ. അതാ പറഞ്ഞ പ്രീ ട്രാൻസ്ഫ്യൂഷൻ, ട്രാൻസ്ഫ്യൂഷൻ ചെയ്തതിന് മുന്നേ. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഫ്യൂഷന് മുന്നേ ബ്ലഡ് അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ പതോളജി ലാബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. എങ്ങനെയൊക്കെയാ? നമ്മൾ അനുയോജ്യമായ ടെസ്റ്റിങ്ങുകൾ നടത്തി ഓരോ ഗ്രൂപ്പും അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ടെസ്റ്റിങ്ങുകളൊക്കെ നടത്തിയിട്ട് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ, ബ്ലഡ് ഒരാളിൽ നിന്ന് മറ്റൊരാൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എങ്ങനെയാ? ക്ലിനിക്കൽ പതോളജി ലാബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ. ഇനി എന്തൊക്കെയാ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ടാസ്കുകൾ എന്തൊക്കെയാന്നൊക്കെ? ബ്ലഡ് കളക്ഷൻ, ബ്ലഡ് കളക്ട് ചെയ്യും. പ്രോസസിങ്, പല പ്രോസസ് ചെയ്യുന്നു. പ്രോസസിങ്. ടെസ്റ്റിംഗ്, പല പല ടെസ്റ്റുകൾ ചെയ്യുന്നു. സെപ്പറേഷൻ, പറഞ്ഞില്ലേ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിലിട്ട് ഓരോ കമ്പോണൻസും ബ്ലഡിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അവിടെ സെപ്പറേഷൻ നടത്തുന്നു. ആൻഡ് സ്റ്റോറേജ്. ഇത്രയും ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക്. ഏതൊക്കെയാ ടാസ്കുകൾ? ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ, സ്റ്റോറേജ്. കിട്ടിയോ? അത് ബ്ലഡ് ബാങ്കിലെ ടാസ്കുകൾ ഏതൊക്കെയാന്ന് ചോദിക്കാം. ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കി, നെക്സ്റ്റ് സെന്റൻസ്. WHO. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചില്ലേ WHO? വാട്ട് ഈസ് ദ എക്സ്പാൻഡഡ് ഫോം? WHO World Health Organization. Okay, very good. World Health Organization developed a global approach
ബ്ലഡ് സേഫ്റ്റി ടു കർട്ടെയിൽ. കർട്ടെയിൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, കുറയ്ക്കുക the burden of disease due to unsafe blood transfusion. അതായത് നമ്മുടെ അൺസേഫ് ആയിട്ടുള്ള സുരക്ഷിതമല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഉണ്ടാകുന്ന ഡിസീസുകളുടെ ബേർഡൻ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് WHO ഒരു ബ്ലഡ് സേഫ്റ്റി അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. WHO കാണാൻ പറ്റുന്നില്ലേ? ഷെയർ ചെയ്തത് നിങ്ങൾക്ക് കാണുന്നില്ലേ? നോട്ട് കാണുന്നില്ലേ? കാണാം. Okay. WHO developed a global approach blood safety to curtail എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, reduce ചെയ്യുക burden of disease due to unsafe blood transfusion. അൺസേഫ് ആയിട്ട് സുരക്ഷിതമല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന വഴി ഉണ്ടാകുന്ന ഡിസീസുകൾ, രോഗങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് WHO ഒരു ഗ്ലോബൽ അപ്രോച്ച്, ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്ലോബൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം മിസ്മാച്ച് ആയിട്ടുള്ള അതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ, ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്, ഓരോ ബ്ലഡ് ഗ്രൂപ്പുകൾ പഠിക്കാണ്ട്, അത് അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ഏതൊക്കെയാണ്, ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, അതൊക്കെ ഒരു ടേബിൾ വരച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. അപ്പൊ നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. അപ്പൊ ഈ ഇങ്ങനെ അൺസേഫ് ആയിട്ട്, അതായത് മാച്ച് അല്ലാത്ത ഗ്രൂപ്പുകളുടെ ബ്ലഡ് ഒക്കെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഡെത്ത് വരെ സംഭവിക്കാം, അങ്ങനെ മരണം വരെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് അത്രയും ഒരു വലിയൊരു പ്രോസസ്സാണ് ഇത് ശരിക്കും പറഞ്ഞ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഈ അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഉണ്ടാകുന്ന ഡിസീസ് മാത്രമല്ല ഡെത്ത് സംഭവിക്കാം. അങ്ങനെ ഉണ്ടാകുന്ന ഡിസീസുകൾ, അതിന്റെ ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് WHO എന്ന ഒരു ഗ്ലോബൽ ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ അപ്രോച്ച് WHO ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിഷ റീജോയിൻ ചെയ്യണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കയറി നോക്കട്ടോ. സ്ക്രീന് ബാക്കി എല്ലാവർക്കും കൂടെ കാണുന്നുണ്ടെന്നാ പറയുന്നത്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ WHO ഒരു ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, ഇങ്ങനെയുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസീസുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ആവറേജ് പേഴ്സൺ ക്യാരീസ് ഓൾമോസ്റ്റ്, നമ്മൾ പറഞ്ഞല്ലോ എത്ര ലിറ്റർ ബ്ലഡ് ആ ഉള്ളത് ഹ്യൂമൻ ബോഡിയിൽ? 5 liters of blood, 5 ലിറ്റർ ബ്ലഡ് ഉള്ളത്. ഇറ്റ് സർക്കുലേറ്റ് ദ ബോഡി ത്രൂ ബ്ലഡ് വെസൽസ്. അതെന്ത് ചെയ്തു? ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത്രൂ ബ്ലഡ് വെസൽ, രക്തക്കുഴലുകളിലൂടെ ഈ 5 liters ഓഫ് ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പമ്പ് ത്രൂ ദ ഹാർട്ട്. ആരാ ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്ന പമ്പിങ് ഓർഗൻ? ആരാ? നമ്മുടെ മനുഷ്യരുടെ പമ്പ് ചെയ്യപ്പെടുന്ന ഹാർട്ട്. പമ്പ് ചെയ്തിട്ട് നമ്മുടെ ഇങ്ങനെ ബോഡി കൂടെ ഈ ബ്ലഡ് വെസൽസിൽ കൂടെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 5 liters ഓഫ് ബ്ലഡ് ഉണ്ട്. ഇനി ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് വരുന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണമെന്നുള്ളൂ കേട്ടോ. സയൻസ് അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും, ചിലർക്ക് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും, കിട്ടണമെന്നുണ്ടാവില്ല. നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്ന 4 ചേംബറുകളാണ് നമ്മുടെ അറകള്. സർക്കുലേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് പറയാം. നമ്മുടെ മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. 4 അറകൾ: റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കൽ, ലെഫ്റ്റ് വെൻട്രിക്കൽ. ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ 4 അറകളുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അശുദ്ധ രക്തം, അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ് ആണ് അശുദ്ധ രക്തം എന്ന് പറയുന്നത്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. പല ഭാഗത്തു നിന്നുള്ള ബ്ലഡ് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന വെയിനുകളാണ്, സിരകള്, വെയിൻ, VEIN. അപ്പൊ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് വെയിൻസ് ആണ്. അപ്പൊ അത് ഹൃദയത്തിന്റെ റൈറ്റ് ഏട്രിയത്തിലേക്ക് ആദ്യം വരും. 4 അറകളിലെ മുകളിലെ ചേംബർ റൈറ്റ് ഏട്രിയത്തിലേക്ക് വന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്ന് അവിടെ നിന്ന് ലങ്സിലേക്ക് എത്തും. ലങ്സിൽ വെച്ച് കഴിയുമ്പോൾ അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കും.
അതായത് അപ്പൊ എന്ത് ചെയ്യും, ലെൻസ് എന്ത് ചെയ്യും, ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെൻസ് എടുത്തിട്ട് ലെൻസ് ഓക്സിജനെ ഇങ്ങോട്ട് തരും. അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കും. അപ്പൊ ബ്ലഡ് എന്തായി, ഓക്സിജനേറ്റഡ് ആയി, ഓക്സിജൻ റിച്ച് ബ്ലഡ് ആയി, ഓക്സിജന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ് ആയി. അപ്പൊ ലെൻസിലെ എക്സ്ചേഞ്ച് നടന്ന് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് നേരെ പോയി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരും. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വന്നിട്ടാണ് ഈ അയോട്ട മഹാധമനി വഴി ശുദ്ധരക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഇതാണ് ശരിക്കും ആ ഒരു സർക്കുലേഷൻ. ബ്ലഡ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യുക, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ശരിക്കും ആ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വീണ്ടും ബ്ലഡ് ഇങ്ങോട്ട് വരും. അവിടെ നിന്ന് പ്യുവർ ബ്ലഡ് ആയിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും. ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്ലഡ് വീണ്ടും വരും. അപ്പൊ ബ്ലഡ് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന വെയിൻസും ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ധമനികൾ, അതിനാണ് ആർട്ടറി എന്ന് പറയുന്നത്. ARTERY, ആർട്ടറി. ഇത് ഡയാലിസിസ് പഠിക്കുമ്പോൾ ആർട്ടറി വെയിൻ ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ബ്ലഡ് ഹാർട്ടിലേക്ക് കൊണ്ടുവന്ന വെയിൻ സിരകളും ആർട്ടറി എന്ന് പറയുന്നത് ഈ ഹാർട്ടിൽ നിന്ന് പല ഭാഗത്തേക്ക് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത് ധമനി, ആർട്ടറി. ARTERY, ആർട്ടറി ആണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ സർക്കുലേഷൻ ചെയ്യും. 5 ലിറ്ററോളം ബ്ലഡ് ഇങ്ങനെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതിന് മുന്നേ എന്താ പറയാ, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേ. ബ്ലഡ് ബാങ്ക് ഒരു ചെറിയ ഒറ്റ സെക്കൻഡ്സ് ഒന്ന് എഴുതിക്കോട്ടോ. ബ്ലഡ് ബാങ്ക് ഹെഡിങ് കൊടുക്കാം, ബ്ലഡ് ബാങ്ക്. ഓക്കെ, ബ്ലഡ് ബാങ്ക് ഈസ് എ part of hospital laboratory. Hospital laboratory. LABORATORY. Hospital laboratory where WHERE, where we store, STORE, where we store the blood, and do proper testing of blood, and do proper testing of blood, and do proper testing of blood to avoid AVOID, to avoid the risk of RISK, risk of transfusion related problems, to avoid the risk of transfusion related problems. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ ലബോറട്ടറി. ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ്. അവിടെ എന്താ ചെയ്യുന്നത്? വെയർ വി സ്റ്റോർ ദ ബ്ലഡ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എങ്ങനെ സ്റ്റോർ ചെയ്യുന്നേ? ഡു പ്രോപ്പർ ടെസ്റ്റിംഗ് ഓഫ് ബ്ലഡ്, പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ടു അവോയ്ഡ്, എന്തിനാണ് ടെസ്റ്റിംഗ് നടത്തുന്നത്? ടു അവോയ്ഡ് ദ റിസ്ക് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലംസ്. ട്രാൻസ്ഫ്യൂഷൻ സംബന്ധിച്ച ആ പ്രോബ്ലംസിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ടെസ്റ്റിംഗ് ഒക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഡെഫിനിഷൻ? ക്ലിയർ ആണോ? Yes, ma'am. Okay, very good. Part of hospital laboratory where we store the blood and do proper testing of blood. എന്തിനു വേണ്ടിയാ? To avoid the risk of transfusion related problems. Okay, ഇനി അവിടെ ഒരു വേർഡ് വന്നത് ട്രാൻസ്ഫ്യൂഷൻ. അതും കൂടി ഒക്കെ എഴുതി വെച്ചോ. ട്രാൻസ്ഫ്യൂഷൻ, TRANSFUSION. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഒരാളിന് മറ്റൊരാളിലേക്ക് ബ്ലഡ് പകർന്നൊഴിക്കുന്നതിന് കൊടുക്കുന്നതിനാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാ ട്രാൻസ്ഫ്യൂഷൻ. Process of
ട്രാൻസ്ഫറിങ് TRANSFERING ട്രാൻസ്ഫറിങ് TRANSFERING transferring blood from one person to another. Process of transferring blood from one person to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് TRANSFERING transferring blood from one person to another. അതിനെയാണ് എന്തെന്ന് പറഞ്ഞ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ പ്രിയ, വാട്ട് ഈസ് ട്രാൻസ്ഫ്യൂഷൻ? പ്രിയ രാജ്. Process of transferring blood from one person to another. Okay, transferring blood from another. That is transfusion. Pramila, mute. ക്ലാസ്സിന്റെ ഡിസ്റ്റർബൻസ് ആവരുത്. ഞാൻ അല്ലെങ്കിൽ എന്താ ഓൾ മ്യൂട്ട് ചെയ്യും. പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷനോ കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല. പ്രമില മ്യൂട്ട് ചെയ്യാം. മ്യൂട്ട് ചെയ്യാതെ ക്ലാസ് ക്ലിയർ ആവില്ല. ഓക്കെ, ഓക്കെ. നിങ്ങള് തീരെ കുഞ്ഞു കുട്ടികളൊന്നും അല്ല. ഒരു കാര്യം പറഞ്ഞാൽ ക്ലിയർ ആണ്. നമുക്ക് ആകെ 1 മണിക്കൂർ മാത്രമേ ക്ലാസ് ഉള്ളൂ. പ്രമില പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പേര് ഞാൻ വിളിക്കും. അപ്പൊ മാത്രം മ്യൂട്ട് മാറ്റിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓക്കെ, ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫിൽ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ് ബ്ലഡ് ബാങ്ക് എന്താന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് എന്താ മനസ്സിലായി. പിന്നെ അതിനകത്ത് എക്സാമിൽ ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സ്പാൻഡഡ് ഫോം. നമ്മൾ ഒരെണ്ണം പഠിച്ചത് WHO ആണ്. ഏതെങ്കിലും ഒരു എക്സ്പാൻഡഡ് ഫോം ഷുവർ ആയിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഓരോന്നും പഠിക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോകാം. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എക്സ്പാൻഡഡ് ഫോം തരുന്നുണ്ട്. പിന്നെ ഈ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ടാസ്കുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു. ബ്ലഡ് കളക്ഷൻ, പ്രോസസിങ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബാങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ആവറേജ് പേഴ്സണില് 5 liters ഓൺ ബ്ലഡ് ഉണ്ട്. ഇതിങ്ങനെ നമ്മുടെ ബോഡിയുടെ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്ത് നമ്മുടെ ബോഡിയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി നോക്കാം നെക്സ്റ്റ് വൺ. വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്? ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് തന്നേക്കുന്നത്. ഇതൊരു 7 പോയിന്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. നിങ്ങൾ ഈ പോയിന്റ് എന്നെ നോക്കി ഒന്ന് മനസ്സിലാക്കി വെക്കാം. എക്സാമിന് നിങ്ങൾക്ക് അറിയാലോ, എക്സാമിന് ക്വസ്റ്റ്യൻ എപ്പോഴും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പോയിന്റ്സ് തന്നാലും നമുക്ക് അത് വായിച്ചാൽ മനസ്സിലാവുകയേ ഉള്ളൂ. ഇങ്ങനത്തെ പോയിന്റ്സ് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണ്, ഉൾപ്പെടുന്നത് ഏതെല്ലാം. അല്ലെങ്കിൽ ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെല്ലാം. അങ്ങനെ 2 രീതിയിലാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഓക്കെ, ഇതിന് മുന്നും അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഈ ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് ഈ 7 പോയിന്റ്സ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ അതിന് 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാം. ഫംഗ്ഷൻസ് ഉൾപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാലും ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് നോക്കാം ഓരോ ഫംഗ്ഷൻസ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ദ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫംഗ്ഷൻസ് ആണ്. ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്ക് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ് നോക്കിയേ, സ്വിഫ്റ്റ്, SWIFT, റാപ്പിഡ്, പെട്ടെന്ന്. ഇത് നിങ്ങൾ നോക്കാം, ഈ +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത്. അത് മുതൽ ഹയർ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവാം.
അപ്പൊ കുറച്ച് നാള് ഗ്യാപ്പ് ഇട്ട് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവാം, അമ്മമാരുണ്ടാവാം, എല്ലാവരും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മീനിങ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കണ്ട, നമുക്ക് ക്ലിയർ ആക്കി നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓരോ വേർഡ് ആണെങ്കിലും ബുദ്ധിമുട്ടുള്ളത് ഞാൻ അതിന്റെ മീനിങ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി വായിക്കാം, ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് വായിച്ച് നോക്കുമ്പോഴും മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും മീനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ. Swift respond to urgent request for blood components. ബ്ലഡ് കമ്പോണൻസിന്റെ ബ്ലഡ് നമ്മൾ 4 കമ്പോണൻസ് പറഞ്ഞല്ലോ. അപ്പൊ ബ്ലഡ് കമ്പോണൻസിന്റെ അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ്, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസിന്റെ അർജന്റ് ആയിട്ടുള്ള ആവശ്യത്തിന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഇപ്പൊ നമുക്കൊരു ബ്ലഡ് വേണം, അവര് പറയോ ഓക്കെ വൈകുന്നേരം ആവട്ടെ അല്ലെങ്കിൽ നാളെ ആവട്ടെ അടുത്ത ആഴ്ച തരാന്നാണ് പറയുന്നത്. എപ്പോഴാണോ അതിന്റെ അർജന്റ് ആയിട്ട് ആവശ്യം വരുന്നത് അപ്പോൾ തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു. ആ സെക്കൻഡിൽ തന്നെ ബ്ലഡ് അവര് എത്തുന്നു. ബ്ലഡ് കമ്പോണൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ബ്ലഡിൽ 4 കമ്പോണന്റ് ഉള്ളത് മാത്രം മനസ്സിലാക്കി വെക്കാം. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് താഴേക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്, ഓരോന്നും പഠിക്കാനുണ്ട്, ഫങ്ഷൻസ് ഉൾപ്പെടെ പഠിക്കാനുണ്ട്. അപ്പൊ 4 കമ്പോണൻസ് നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം. ഓക്കെ. അപ്പൊ ഈ അർജന്റ് ആയിട്ട് ബ്ലഡ് കമ്പോണൻസ്, ബ്ലഡ് ആവശ്യത്തിന്റെ ആ റിക്വസ്റ്റ് അനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ്, സ്വിഫ്റ്റ് റെസ്പോണ്ട് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. അർജന്റ് ആയിട്ടുള്ള ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. ഏതാണ് ആവശ്യം, ഏത് ഗ്രൂപ്പാണ് ആവശ്യം വരുന്നത് അപ്പൊ തന്നെ അത് കൊടുക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അതിനനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. സെക്കൻഡ് നോക്കിയേ, വാലിഡേറ്റിംഗ്. വാലിഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെക്കിങ് ചെയ്യാം. ചെക്കിങ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആണോ, ചെക്ക് ചെയ്യണം. പ്രീ ട്രാൻസ്ഫ്യൂഷന് മുന്നേ ബ്ലഡ് സാമ്പിളുകളില്ലേ, അത് ചെക്ക് ചെയ്യുക. വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്. പ്രീ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നുള്ള ബ്ലഡ് സാമ്പിളുകൾ ചെക്ക് ചെയ്യുക. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. പിന്നെ എന്ത് ചെയ്യുക, റിക്വസ്റ്റ് അനുസരിച്ച് ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ റിസർവ് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അത് രണ്ടും ഒറ്റയിലായിട്ട് തന്നേക്കുന്നത് കേട്ടോ. സെക്കൻഡ് പോയിന്റിൽ വരുന്നതാണ്. ഒന്നാമത്തെ എന്താ പറഞ്ഞേ, വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിള് അത് ചെക്ക് ചെയ്യുക. പ്രീ ട്രാൻസ്ഫ്യൂഷന് മുന്നേ, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നുള്ള സാമ്പിളുകൾ, ബ്ലഡ് സാമ്പിളുകൾ ചെക്ക് ചെയ്യുക. പിന്നെ അതിനോടൊപ്പം തന്നെ പറഞ്ഞ ബ്ലഡും ബ്ലഡ് കമ്പോണൻസും നമ്മൾ റിക്വസ്റ്റ് അനുസരിച്ച് റിസർവ് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി അടുത്ത തേർഡ് പോയിന്റ് നോക്കിയേ, ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഡോണർ എന്ന് പറഞ്ഞ ആരാ, ബ്ലഡ് കൊടുക്കുന്ന ആള്, ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ. അപ്പൊ ഡോണറും പേഷ്യന്റ്, റിസീവ് ചെയ്യുന്ന ആളാണ് പേഷ്യന്റ്. പേഷ്യന്റിനാണല്ലോ ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നത്. ബ്ലഡ് സ്വീകരിക്കുന്ന ആളാണ് പേഷ്യന്റ്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ. അപ്പൊ ആ ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി. ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശക്തി അവരുടെ മാച്ച്, ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ മാച്ച് ആണോ, അതുപോലെ തന്നെ അവരുടെ പ്രതിരോധ ശക്തി എങ്ങനെയാണ്, അത് ഇവാലുവേഷൻ ചെയ്യുക. ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഓക്കെ. തേർഡ് പോയിന്റ്, ഡോണർ പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ഇവാലുവേഷൻ ചെയ്യുക, അസസ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് എന്താണ്? തേർഡ് പോയിന്റ് നോക്കിയേ, ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, രോഗപ്രതിരോധ ശക്തി, അത് ഇവാലുവേഷൻ ചെയ്യുക. ഫോർത്ത് പോയിന്റ്, ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. അടുത്ത് നോക്കിയേ, ചൂസിംഗ് ഓഫ് suitable blood components for each clinical condition. ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് അത് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. എങ്ങനെയാണ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ. ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. ഓക്കെ. ബ്ലഡ് കമ്പോണന്റ് സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. ഓരോ പോയിന്റ്സും ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം കേട്ടോ, ഒന്നുകൂടി പറയാം. ജസ്റ്റ്
ഇപ്പൊ ഇത് നോക്കാം. നാലാമത്തെ പോയിന്റ്, ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണന്റ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. നെക്സ്റ്റ് നോക്കിയേ, കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണന്റ്സ്. കോഷൻ ഡെലിവറി എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ സേഫ് ആയിട്ട് ഡെലിവറി ചെയ്യണം. ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണന്റ്. ഈ ബ്ലഡ് കമ്പോണന്റ്സ് കൈകാര്യം ചെയ്യുമ്പോഴും അത് ഡെലിവറി ചെയ്യുമ്പോഴും ഒക്കെ സേഫ് ആയിട്ട് ചെയ്യണം. ഓക്കെ, കോഷൻ ഡെലിവറി, സേഫ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ്. ബ്ലഡ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അത് ഡെലിവറി ചെയ്യുമ്പോഴും വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യുക. കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണന്റ്സ്. നെക്സ്റ്റ് നോക്കിയേ, ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് വെച്ചാൽ വിവരങ്ങള്. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. ബ്ലഡും ബ്ലഡിന്റെ കമ്പോണൻസും ആ എലമെന്റ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്ക് മാനേജ്മെന്റ്, അത് ആ വിവര പട്ടികകളൊക്കെ നിലനിർത്തുക. സ്റ്റോക്ക് നോക്കുക. അപ്പൊ നമുക്ക് അറിയാം, ചിലപ്പോ എന്താ പറയാ, ഇന്ന ഗ്രൂപ്പ് ബ്ലഡ് അവിടെ കുറവായിരിക്കും. അപ്പൊ അത് സ്റ്റോക്ക് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഏത് ടൈമിലും ഏത് ഗ്രൂപ്പ് ആയിരിക്കണമെങ്കിലും അവിടെ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ്, വിവര പട്ടികകളും സ്റ്റോക്ക് മാനേജ്മെന്റ് ഒക്കെ നോക്കുക, മാനേജ് ചെയ്യുക. സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുക. ബ്ലഡിന് ബന്ധപ്പെട്ട സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഇൻവെന്ററി, വിവര പട്ടികകളൊക്കെ നോക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് തരുന്ന സ്ഥാപനം എന്നാണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ. ബ്ലഡ് തരുന്ന സ്ഥാപനം, അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാ നമ്മൾ പറയുന്നത്, ഈ ഇപ്പൊ കുറച്ച് യങ്ങേഴ്സ് ഒക്കെ കൂടിയിട്ട് ചില ചെറുപ്പക്കാരൊക്കെ ചേർന്നിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ഇത് സംഘടിപ്പിക്കാറുണ്ടല്ലോ. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ അവര് എന്താ പറയാ, ഹോസ്പിറ്റലിലേക്ക് ബ്ലഡ് ബാങ്കിലേക്ക് അവര് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സന്നദ്ധയുള്ള ആളുകളായിരിക്കും. അപ്പൊ അവര് ചേർന്നിട്ടുള്ള ഒരു സ്ഥാപനം, അതുമായിട്ട് എന്താ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്ന്. അപ്പൊ എന്നാലല്ലേ ഇപ്പൊ ബ്ലഡ് ഏത് ഗ്രൂപ്പാണ് അവിടെ ബ്ലഡ് ബാങ്കില് ഷോർട്ടേജ് വരുന്നത്, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ബ്ലഡ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും എന്താ പറയാ, നമ്മള് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് സ്ഥാപനം, ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് തരുന്ന സ്ഥാപനം, അതുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് വരുന്നത്. ഈ പോയിന്റ്സുകൾ നിങ്ങൾ വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കണം. കാണാതെ ഫുള്ള് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ, ഈ പോയിന്റ്സുകൾ നമ്മുടെ ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് വരുന്നതാണ്. അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫുള്ള് കാണാതെ പഠിക്കല് ഇങ്ങനെ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ശരിക്കും മനസ്സിലാക്കുക. അതിനകത്ത് വരുന്ന പോയിന്റ്സ് ഏതാണ്, ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ഫസ്റ്റ് നോക്കിയേ, സ്വിഫ്റ്റ് റെസ്പോണ്ട് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണന്റ്. ബ്ലഡ് കമ്പോണന്റിന്റെ അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് പെട്ടെന്ന് അതിന് റെസ്പോണ്ട് ചെയ്യുക. രണ്ടാമത്തെ നോക്കിയേ, ഇനി ഞാൻ അതിന്റെ പോയിന്റ്സ് മീനിങ് മാത്രമായിട്ട് പറയുന്നുള്ളൂ. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ ചെക്ക് ചെയ്യുക. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നേയുള്ള ബ്ലഡ് സാമ്പിളുകൾ ചെക്ക് ചെയ്യുക. അതുകൂടാതെ ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. റിക്വസ്റ്റ് അനുസരിച്ച് തന്നെ അവിടെ റിസർവ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, രോഗപ്രതിരോധ ശേഷി ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ അടുത്ത് വരുന്നത് ഈ ബ്ലഡ് കമ്പോണൻസിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണന്റ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. പിന്നെ അടുത്തത് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് നോക്കിയേ, ഈ മോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ്. സേഫ് ആയിട്ട് അത് ബ്ലഡ് ഡെലിവറി ചെയ്യും, അതിന്റെ ഹാൻഡ്ലിംഗും ഒക്കെ, ബ്ലഡ് കമ്പോണൻസിന്റെ ഹാൻഡ്ലിംഗും ഡെലിവറിയും ഒക്കെ സേഫ് ആയിട്ട് ചെയ്യുക. പിന്നെ അടുത്തത് ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. ബ്ലഡിന്റെ വിവര പട്ടികകൾ, ബ്ലഡ് അതിന്റെ കമ്പോണൻസ് ഒക്കെ ഉള്ള വിവര പട്ടികകൾ, അതിന്റെ സ്റ്റോക്ക് മാനേജ്മെന്റ്, സ്റ്റോക്ക് ഒക്കെ അത് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം.
പിന്നെ അടുത്ത കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ബ്ലഡ് തരുന്ന സ്ഥാപനവുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. ക്ലിയർ ആയ ഈ പോയിന്റ്സുകൾ 7 പോയിന്റ്സ് ഉണ്ട്. അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. അഞ്ചു ഫസ്റ്റ് 3 പോയിന്റ് ഒന്ന് വേഗം ഒന്ന് വായിച്ചേ. 5 മാത്രം മ്യൂട്ട് മാറ്റട്ടോ. മ്യൂട്ട് മാറ്റി അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് വായിക്കാം. Swift response to urgent request for blood components. Explain ചെയ്യണം മിസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വേണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. സമയം കളയല്ല. അർജന്റ് ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് അത് റെസ്പോണ്ട് ചെയ്യുക. Validating pre-transfusion samples and request to reserve the blood and blood product. Pre-transfusionന് ശേഷം സാമ്പിൾ ചെക്ക് ചെയ്യുക. അതുപോലെ ബ്ലഡ് പ്രൊഡക്ട്സിന്റെ ബ്ലഡിന്റെ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. റിക്വസ്റ്റ് അനുസരിച്ച് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. പേഷ്യന്റും ഡോണറും തമ്മിലുള്ള ഒരു രോഗപ്രതിരോധ ശക്തി ഇവാലുവേറ്റ് ചെയ്തു വെക്കുക. വെരി ഗുഡ്. നെക്സ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചേ. ഇപ്പൊ ഇത് വായിപ്പിക്കുന്ന ആള് മാത്രമല്ല, അതിന്റെ ഒപ്പം മറ്റുള്ളവരും കൂടി ഒന്നുകൂടി കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ക്ലിയർ ആക്കി പോവുക. പഠിക്കുന്ന അത്രയും ക്ലിയർ ചെയ്ത് പഠിക്കുക. ഓക്കെ സ്വാതി. വേഗം. Choosing of suitable blood components for each clinical condition. നമ്മള് ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം, ചെക്ക് ചെയ്യണം. കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണന്റ്. നമ്മൾ ഇത് ഡെലിവറി ചെയ്യുമ്പോഴും ഹാൻഡിൽ ചെയ്യുമ്പോഴും നമ്മളിത് ശ്രദ്ധിക്കണം, സേഫ് ആയിട്ട് തന്നെ ചെയ്യണം. പിന്നെ ഇൻവോളണ്ടറി ആൻഡ് സ്ട്രോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങള്, അതിന്റെ സ്റ്റോക്ക് ഒക്കെ, അതുമായിട്ട് ഉള്ള മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ബ്ലഡ് തരുന്ന സ്ഥാപനവുമായി സ്ഥാപനവുമായിട്ടൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ വെരി ഗുഡ്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം ലൊക്കേഷൻ. ഇപ്പൊ ബ്ലഡ് ബാങ്കുകളുടെ ലൊക്കേഷൻ ഇത് എവിടെ വെക്കണം, ഇത് എവിടെയാണ് ഇത് ഏറ്റവും അനുയോജ്യം എന്നുള്ളത് ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ബ്ലഡ് ബാങ്ക് typically should be situated on dash floor. അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, ടോപ്പ് ഫ്ലോർ. അപ്പൊ ഏറ്റവും അഭികാമ്യം ബ്ലഡ് ബാങ്ക് വെക്കാനായിട്ട് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ഏത് ഫ്ലോറാ? ഗ്രൗണ്ട് ഫ്ലോർ. ഏറ്റവും താഴെ നിലയിൽ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഒരു ബ്ലഡ് ബാങ്ക് ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ ഏറ്റവും അഭികാമ്യം. മറക്കൂലല്ലോ. ബ്ലഡ് ബാങ്ക് typically should be situated on the ground floor. Okay. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ഈസി വിസിബിലിറ്റി. നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആവണം, കാണാൻ പറ്റണം. കാണാൻ പറ്റാത്തടത്തൊന്നും കൊണ്ടുവന്ന് വെക്കരുത്. നമ്മളിങ്ങനെ പെട്ടെന്ന് അർജന്റ് എന്നാണ് നമ്മൾ ബ്ലഡ് ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടി വരിക, അല്ലെ ബ്ലഡ് ബാങ്കുമായിട്ട് നമുക്ക് ബന്ധപ്പെടേണ്ടി വരിക. അപ്പൊ പറഞ്ഞാൽ നമ്മൾ കാണാത്ത സ്ഥലമാണ് ആൾക്കാരോട് ചോദിച്ച് അന്വേഷിച്ച് പിടിച്ചൊക്കെ പോകാൻ ടൈം വേസ്റ്റ് ആവും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് കാണുന്ന രീതിയിലായിരിക്കണം ഈസി വിസിബിലിറ്റി. ഓക്കെ. സെക്കൻഡ് പോയിന്റ് കിട്ടിയല്ലോ. ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാട്ടോ. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. സെക്കൻഡ് ഈസി വിസിബിലിറ്റി. എല്ലാവർക്കും പെട്ടെന്ന് കാണുന്ന രീതിയിലായിരിക്കണം ഈ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കാനായിട്ട്. നെക്സ്റ്റ് നോക്കിയ തേർഡ് പോയിന്റ്, ഇൻ നിയർ പ്രോക്സിമേറ്റ്ലി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് OT കോംപ്ലക്സ്. OT എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ അടുത്തായിരിക്കണം, ഏറ്റവും അടുത്തായിരിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പെട്ടെന്ന് ബ്ലഡ് ആവശ്യമായിട്ട് വരാം. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എമർജൻസി ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് അല്ല അവിടെ വരുന്നത്. അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് ഈ ബ്ലഡ് ആവശ്യമായിട്ട് വരാം. അപ്പൊ അത് വേഗം എത്തിക്കുന്ന രീതിയിൽ ഈ ഡിപ്പാർട്ട്മെന്റുകളോടൊക്കെ അടുത്തായിരിക്കണം. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ഇൻ നിയർ പ്രോക്സിമേറ്റ്ലി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്,
ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ, ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം, ക്ലോസ് ആയിരിക്കണം, ഏറ്റവും അടുത്ത് തന്നെ ആയിരിക്കണം ഈ ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് നോക്കാം. ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഒരു പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണമെന്ന്, ഇതിലേക്ക് പോകാനും ബ്ലഡ് ബാങ്കിലേക്ക് പോകാനും ഇറങ്ങാനും ഒക്കെ പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം. വിത്ത് വൈഡ് കോറിഡോർസ്, വീതിയുള്ള വിശാലമായ ഇടനാഴികൾ വേണം. ആൻഡ് വെയിറ്റിംഗ് സ്പേസ്, അത് കൂടാതെ അവിടെ ഡൊണേറ്റ് ചെയ്യുന്നവർക്കും ബ്ലഡ് ബാങ്കിലേക്ക് എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്കൊക്കെ വെയിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള വെയിറ്റിംഗ് സ്പേസും അവിടെ വേണം. എന്തിനു വേണ്ടിയാ? ഇൻ കർട്ടേൻ. കർട്ടേൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, കുറയ്ക്കുക. കർട്ടേൻ ട്രാഫിക് കൺജക്ഷൻ, ആ ട്രാഫിക് തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം. വൈഡ് കോറിഡോർസ്, വിശാലമായ ഇടനാഴികൾ വേണം. ആൻഡ് വെയിറ്റിംഗ് സ്പേസ്, അവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള നല്ല വെയിറ്റിംഗ് സ്പേസും വേണം. ഇതെല്ലാം ട്രാഫിക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയോ? പ്രത്യേകം എൻട്രി, അല്ലെങ്കിൽ ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരിക്കും. എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും വേറെ വേറെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ പോകുന്നോടത്തോടെ തന്നെ തിരിച്ചു ഇറങ്ങിപ്പോരൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ആ ട്രാഫിക് കൺജക്ഷൻ, ട്രാഫിക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം, വൈഡ് കോറിഡോർസ് വേണം, വെയിറ്റിംഗ് സ്പേസും വേണം. ക്ലിയർ ആയോ ആ പോയിന്റ്? ഇനി നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്. സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? വിശാലമായത്. ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്, ഇത് വിശാലമായിരിക്കണം. വിത്ത് മിനിമം പബ്ലിക് എൻട്രി, പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. സോ ദാറ്റ് there is no inference. ഇൻഫറൻസ് എന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തുക, ഇടപെടൽ, തടസ്സപ്പെടുത്താതെ, നോ ഇൻഫറൻസ്, തടസ്സപ്പെടുത്താത്ത രീതിയിൽ the work of the lab technician. അപ്പോൾ ബ്ലഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യന്മാരുണ്ടല്ലോ, അവർക്കുടെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. കിട്ടിയോ? ആ പോയിന്റ് കിട്ടിയോ? ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്, ഇത് വിശാലമായിരിക്കണം. പക്ഷെ എന്താ? പബ്ലിക് എൻട്രി കുറച്ച് വേണം, മിനിമം പബ്ലിക് എൻട്രി. സോ ദാറ്റ് there is no inference, തടസ്സപ്പെടാൻ പാടില്ല the work of the lab technician. എന്നോട് ശ്രദ്ധിക്കാം, ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം, സ്പേഷ്യസ് ആയിരിക്കണം ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ഹോസ്പിറ്റൽ, ഇത്രയും നാൾ നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു. നമ്മളിപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഓരോ ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ ഡയാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുന്നുണ്ട്, കുറെ ഉണ്ട്, റേഡിയോളജി, ഡയറ്ററി, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ഓരോ ചാപ്റ്റർ പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇത് ഓരോന്ന് പഠിച്ചു വരുമ്പോ ഇനി എങ്ങാനും നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ബൈ ചാൻസ് അങ്ങനെ ഒരു അവസ്ഥ വരല്ലേ, എങ്കിലും ആരെയും കൂടിയാണെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഒന്നുകൂടി നിങ്ങളൊന്ന് ഡീപ്പായിട്ട് നോക്കുക. ഇപ്പൊ നമ്മള് HA സ്റ്റുഡൻസ് ആണ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണോ അവിടെ ശരിയാണോ ചെയ്തേക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്നുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത് ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ ആണ്, അത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞു. ഈസി വിസിബിലിറ്റി വേണം, പെട്ടെന്ന് എല്ലാവർക്കും കാണാവുന്ന രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞു. Okay, it is in near proximity with the emergency department, operation theatre complex, hospital, clinical department. ഇതിനോടൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം. പ്രത്യേകം അടുത്ത പോയിന്റ് പറഞ്ഞേക്കുന്നത് പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം. വിത്ത് വൈഡ് കോറിഡോർസ്, നല്ല വിശാലമായ ഇടനാഴികൾ ആയിരിക്കണം. ആൻഡ് വെയിറ്റിംഗ് സ്പേസും വേണം. ഇതെല്ലാം ട്രാഫിക് കൺജംഷൻ കുറയ്ക്കാൻ വേണ്ടിയാ. അവിടെ ബ്ലഡ് ബാങ്കിന്റെ അവിടെ വെയിറ്റ് ചെയ്യാൻ സാധ്യതയില്ലെങ്കിൽ അവിടെ ആൾക്കാർക്ക് തിരക്കായിരിക്കുമല്ലോ. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിറ്റിംഗ് സ്പേസും വേണം എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് സ്പേഷ്യസ്, വിശാലമായിരിക്കണം. ത്രൂ മിനിമം പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. എന്തിനാണെന്ന് പറഞ്ഞാൽ there is no inference the work of the lab technician. ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ആ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ,
ഇനി നോക്കിയേ, ഇവിടെ ആരാണ് പ്രോക്സിമേറ്റ്ലി എന്ന് വെച്ചാൽ ക്ലോസ്, ഏറ്റവും അടുത്തായിരിക്കണം എന്നുള്ള നിയർ പ്രോക്സിമേറ്റ്ലി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതിനോടൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം, ക്ലോസ് ആയിരിക്കണം. ഓക്കെ, ഇത്രയും പോയിന്റ്സുകൾ 5 പോയിന്റ്സ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ലൊക്കേഷൻ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും നമ്മൾ ഇന്ന് എടുത്ത എവിടം വരെയാണോ നമ്മൾ എടുത്തേക്കുന്നത് അതെല്ലാവരും ഉറപ്പിച്ച് തീരുമാനിക്കുക. അതൊരു പ്രാവശ്യമെങ്കിലും വായിക്കുക കേട്ടോ. അല്ലെങ്കിൽ എക്സാം ആകുമ്പോൾ ഒരുപാട് ഇങ്ങനെ കൂട്ടി ഇടുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അന്നന്ന് ഇപ്പൊ നമ്മുടെ സ്കൂളിലെ ഇതിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങള് 2 മണിക്കൂർ ക്ലാസ് അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. അതൊരു ഉറപ്പ് വരുത്തുക. വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ബാച്ചുകളും ഇങ്ങനെ തന്നെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ടാണ് പോയത്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. എക്സാം ഒക്കെ എല്ലാവർക്കും നല്ലതായിരുന്നു. എല്ലാവരും പാസ് ഔട്ട് ആണ്, പ്രശ്നമൊന്നുമില്ല. അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി ഒന്ന് വായിച്ചു വെക്കുക. ഫുള്ള് നമ്മൾ സ്കൂളിൽ പഠിച്ചാൽ എസ് എ പോലെയോ ക്വസ്റ്റ്യൻ ആൻസർ പോലെയോ ഒന്നും കാണാതെ പഠിക്കാറില്ലല്ലോ നമ്മള്. നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്, ആൻസർ ഉണ്ട്. അത് ഏതാണെന്ന് നമ്മുടെ ബുദ്ധി വെച്ച് നമ്മളൊന്ന് എന്ത് ചെയ്യുക, റിക്കഗ്നൈസ് ചെയ്താൽ മതി. അതിന് കറക്റ്റ് ഓപ്ഷൻ തെരഞ്ഞെടുത്താൽ മാത്രം മതി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇതേപോലെ തന്നെ പോയിന്റ് ചെയ്ത് തരും. എന്നിട്ട് അതിൽ ഏതാ കറക്റ്റ്, ഇപ്പൊ ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ദ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്. പിന്നെ 5 പോയിന്റ് കണ്ടാൽ നമുക്കറിയാലോ. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓർഗാനോഗ്രാം ആണ്. ഇതുകൂടി പറഞ്ഞിട്ട് നിർത്താം. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിലെ ഒരു ഓർഗനൈസേഷനിലെ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലോ അല്ലെങ്കിൽ അവിടത്തെ ആളുകൾ തമ്മിലോ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഹോസ്പിറ്റലിലെ ആണെങ്കിൽ അവിടത്തെ ഡിപ്പാർട്ട്മെന്റ് പല ഡിപ്പാർട്ട്മെന്റുകളിലെയോ ഒരു ഡിപ്പാർട്ട്മെന്റിലെയോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളോ അവരുടെ വർക്കുകളോ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഇതിനകത്ത് ചോദിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ്. അപ്പൊ ഇതിൽ ഏത് ഓർഗാനോഗ്രാമാ കറക്റ്റ് എന്നാ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വേറെ ഒന്നും പഠിക്കാല്ല, ഇതിന്റെ ആ കറക്റ്റ് ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഈ നമ്മള് ആരോ മാർക്കിട്ട് എഴുതി വെക്കുക. പഠിക്കണത് നോക്കിയേ, മെഡിക്കൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് മെഡിക്കൽ ഡയറക്ടർ ആണ്. ബ്ലഡ് ബാങ്കിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന മെഡിക്കൽ ഡയറക്ടർ. ഓക്കെ, ഏറ്റവും ടോപ്പില് മെഡിക്കൽ ഡയറക്ടർ. അതിന്റെ തൊട്ട് താഴെയാണ് HOD. HOD എന്ന് പറഞ്ഞാലാ HOD വരുന്നത് HOD ആണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ താഴെയാണ് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ക്വാളിറ്റി മാനേജർ ആണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. അപ്പൊ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തൊട്ട് താഴെ അതിന്റെ ഇത് വരുന്നത് ക്വാളിറ്റി മാനേജർ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. ഇനി അതിന് വീണ്ടും 2 ബ്രാഞ്ച് ആയിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. BTO വരുന്നുണ്ട്. BTO എന്ന് പറഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ ആണ് BTO. അവിടെ എക്സ്പാൻഡഡ് ഫോം BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. അതിപ്പോ നിങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോൾ എക്സ്പാൻഡഡ് ഫോം ഉണ്ടെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. ഒരു ഷുവർ ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. 1 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പാൻഡഡ് ഫോം ആയിരിക്കും. ഏതെങ്കിലും ഒരു എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണത്. ഇത്രയും ആളുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്ക് അതിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഓരോന്നും ഇത് നമ്മൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേക ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. BTO എന്ന് പറഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ വരുന്നതാണ് ടെക്നീഷ്യൻ. അതിന് തൊട്ട് താഴെയാണ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് സൈഡിൽ നോക്കിയേ, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് നെക്സ്റ്റ് ബ്രാഞ്ച് ടെക്നിക്കൽ സൂപ്പർവൈസർ. അതിന്റെ താഴെ ക്ലർക്ക്, നേഴ്സസ്, PRO. ക്ലർക്ക്, നേഴ്സസ്, PRO. കിട്ടിയോ? ക്ലർക്ക്, നേഴ്സസ്, PRO. PRO എന്ന് പറഞ്ഞ ആരാ? പബ്ലിക് റിലേഷൻ ഓഫീസർ. പബ്ലിക് റിലേഷൻ ഓഫീസർ. അതില്ലാത്തവര് നോട്ട് ചെയ്യുക. പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് PRO. ഇപ്പൊ ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കാം. ഇത് ഞാൻ ഇന്ന് തരുന്ന ഒരു ഹോംവർക്ക് ആണ്. ഓർഗാനോഗ്രാമിന് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു ഒറ്റ സെന്റൻസ് പറഞ്ഞു തരാം. അതിവിടെ എഴുതിയിട്ട് അതിനുശേഷം ഇതൊന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക്
ഒന്ന് വരച്ചെടുക്കാം. വലിയ ഭംഗിയിലൊന്നും വരയ്ക്കേണ്ട, ഓരോന്നും എഴുതിയിട്ട് താഴെ ആരോ മാർക്ക് ഇട്ടൊന്ന് കൊടുത്താൽ മതി. ഇത് മനസ്സിലായാൽ മതി. ഓക്കെ ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇന്ന് തന്നെ പഠിച്ച് നമുക്ക് അത്രയും ചെയ്യുന്നുണ്ടാവും. അപ്പൊ നോക്കാം, ഒന്നുകൂടി നോക്കാം. ഏറ്റവും ടോപ്പില് മെഡിക്കൽ ഡയറക്ടർ, താഴെ HOD, അതിന്റെ താഴെ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതിന്റെ താഴെ വരുന്ന ക്വാളിറ്റി മാനേജർ, അതിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, PTO, ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. അത് നെക്സ്റ്റ് ഇത് ടെക്നിക്കൽ സൂപ്പർവൈസർ, ക്ലർക്ക്, നേഴ്സസ്, PRO. ഇനിയും ഈ ഓർഗാനോഗ്രാം ഒന്നുകൂടി ശ്രദ്ധിച്ചേ, അതിന്റെ ഓർഡർ തെറ്റിച്ചു തരാം നമുക്ക്. ഇപ്പൊ മെഡിക്കൽ ഡയറക്ടർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് തരാം, എന്നിട്ട് ക്വാളിറ്റി മാനേജറിന് എഴുതി HOD എന്ന് തരാം. അങ്ങനെ ഓർഡർ തെറ്റിച്ച് തരാം കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ഓർഡർ ഒന്ന് പഠിക്കണം. പിന്നെ ഇവിടെ ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത് വെച്ചാൽ ഹു കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്ന ആരാ വരുന്നേ? ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ ക്ലർക്കുകൾ വരും, who comes under technical supervisor, clerk, nurses, PRO, രീതിയിലാണ് നിങ്ങൾ ചെയ്യുക. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴില് ക്ലർക്കുകൾ വരുന്നുണ്ട്, നഴ്സസ് വരുന്നുണ്ട്, PRO വരുന്നുണ്ട്. ഓക്കെ, PRO എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ ഓഫീസർ. പിന്നെ ആ ഓർഗാനോഗ്രാം എന്താണെന്ന് കൂടി ഒന്ന് എഴുതി വെച്ച് പേര് എഴുതിക്കും. ഓർഗാനോഗ്രാം നമ്മൾ പറഞ്ഞു, ഒരു ഓർഗനൈസേഷനിലെ ഒരു ഹോസ്പിറ്റലിലെ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ആളുകൾ തമ്മിലോ അവരുടെ ജോലികൾ തമ്മിലോ ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ്, വർക്ക് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഓരോന്ന് പഠിക്കുമ്പോൾ ഓരോ ഇതില്ലാത്ത ഓർഗാനോഗ്രാം വരുന്നുണ്ട് കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെക്കാം. എ ഡയഗ്രാം that shows the structure a diagram that shows the structure of an organization, and relationship between relationship between the different people, comma department, 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 and jobs. പറയാം a diagram that shows the structure of an organization, and relationship between the different people, comma department, and jobs at different levels, within ഉള്ളില് WITHIN, within that organization. A diagram that shows the structure of an organization and the relationship between the different people, department, and the jobs at different levels within that organization. That is organogram. So, this blood bank related to the organogram of the note ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ്? ബ്ലഡ് ബാങ്ക് കുറച്ച് പഠിച്ചോളൂ. ഫസ്റ്റ് ക്ലാസ് അല്ലേ, നമുക്ക് കുറച്ച് പോയാൽ മതി. അപ്പൊ പഠിക്കാം. ബ്ലഡ് ബാങ്ക് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുത്തു. പിന്നെ വാട്ട് ആർ ദ ഫങ്ഷൻസ്, മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് 7 പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ 7 പോയിന്റ് പറഞ്ഞു. പിന്നെ ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയൊക്കെ നമുക്ക് ബ്ലഡ് ബാങ്ക് വെക്കാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ.
ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, വിസിബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു 5 പോയിന്റ് നമ്മൾ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഓർഗാനോഗ്രാമ പറഞ്ഞത്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ തമ്മിലുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പ് ഒക്കെ കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഓർഗാനോഗ്രാം പഠിക്കാൻ തന്നിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. പിന്നെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് ക്ലാസ് പോവാം. വളരെ കുറച്ച് നമ്മൾ എടുക്കുന്നുള്ളൂ. പഠിക്കുന്നത് കൃത്യമായിട്ട് തന്നെ പറയോ PRO പബ്ലിക് റിലേഷൻ ഓഫീസർ. ഈ ഓർഗാനോഗ്രാമിന്റെ അണ്ടറിൽ വരുന്നത് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ അണ്ടറിൽ വരുന്നതാണോ ക്വാളിറ്റി മാനേജറിന്റെ അണ്ടറിൽ വരുന്നതാണോ? കേട്ടില്ല. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ അണ്ടറിൽ വരുന്നതാണോ ഈ BPO അതൊക്കെ? എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഇതെല്ലാവരും മ്യൂട്ട് മാറ്റിയിട്ടാണെന്ന് അറിയില്ല. ഓക്കെ, മിസ് ഇവിടെ വെയിറ്റിംഗ് ആണ്, അതുകൊണ്ട് നമുക്ക് അധികം സമയം കളയാനില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ക്ലിയർ ആയിട്ടൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇന്ന് തന്നെ എല്ലാവരും വായിക്കണം, അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇനിയിപ്പോ അടുത്ത ക്ലാസ് ഇനി നാളെ ഉണ്ടോ അങ്ങനെ അറിയില്ല. നമുക്ക് മിക്കവാറും ആഴ്ചയിൽ ഒരു ക്ലാസ് ഒക്കെ ആയിരിക്കും, 1 2 അതിൽ കൂടുതൽ ഉണ്ടാവില്ല. അപ്പൊ ഇനി അടുത്ത ആഴ്ച ബുക്ക് തുറക്കാനിരിക്കരുത്. ടൈം ടേബിൾ ഒക്കെ സെറ്റ് ആവണേ ഉള്ളൂ. ടീച്ചേഴ്സ് ഒക്കെ, പുതിയ ടീച്ചേഴ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ചിട്ട് ടൈം ടേബിൾ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ തരും. അപ്പോ അതുകൊണ്ട് കറക്റ്റ് പറയാൻ പറ്റില്ല എന്നാ നമ്മുടെ ക്ലാസ്സിലുള്ളത്. ഇന്ന് തന്നെ നമ്മൾ എടുത്ത കാര്യങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ക്ലാസ് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ.